ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു അവൽ മിൽക്ക്. നല്ല പോഷക സമൃദ്ധമായ അവൽ മിൽക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പഴമൊക്കെ ചേർത്ത്, പഴവും നട്ട്സൊക്കെ ചേർത്ത് നമ്മൾ അവൽ മിൽക്ക് തയ്യാറാക്കാൻ പോകുന്നു. ഈ അവൽ മിൽക്ക് കഴിക്കുമ്പോൾ ഉള്ള ഗുണം നമ്മുടെ ദാഹവും മാറും, വിശപ്പും മാറും. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? അവൽ മിൽക്ക് തയ്യാറാക്കാനായി നമ്മൾ അവലെടുത്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം അവൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അവലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കാഷ്യൂനട്ടും കിസ്മിസും 50 ഗ്രാം വെച്ചെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പഞ്ചസാര 200 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻ പഴം 7 ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് നല്ല തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാക്കറ്റ് ഹോർലിക്സും എടുത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കണം. അവൽ നല്ല പൊരിയാക്കി എടുക്കണം. നമ്മളിത് നന്നായിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. റോസ്റ്റ് ചെയ്ത് ക്രിസ്പി ആക്കണം. എണ്ണയൊന്നും ഒഴിക്കുകയൊന്നും വേണ്ട. അവൽ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ട് ഇതുണ്ടോ, ഒടിഞ്ഞു പോകുന്ന രീതിയിൽ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ പഴത്തിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഇങ്ങനെ ഫോർക്ക് വെച്ച് ഇങ്ങനെ അങ്ങ് ഇതാക്കിയെടുക്കണം. പഴം കിട്ടണം, കടിക്കാൻ കിട്ടണം. എന്നാൽ നമ്മുടെ അവൽ മിൽക്കിന് ഇച്ചിരി കട്ടിയും വേണം. അതിനാണ് നമ്മൾ പഴം ഇങ്ങനെ മാഷ് ചെയ്യുന്നത്. നമുക്ക് ഇത് ഏത് പഴം വേണേലും എടുക്കാം. ഞാലിപ്പൂവൻ പഴം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാളയം കൊണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പുളി വരും. അതുകൊണ്ടാണ് നമ്മൾ ഞാലിപ്പൂവൻ പഴം കൂടുതലായിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. പഞ്ചസാര പഴത്തിൻ്റെ കൂടെ ഇടുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സാക്കി അലിഞ്ഞ് കിട്ടും. അതിനാണ് നമ്മൾ പഞ്ചസാര പഴത്തിൻ്റെ കൂടെ ഇടുന്നത്. നമുക്ക് തണുപ്പിച്ച പാല്, നമ്മൾ പാസ്ചറൈസ്ഡ് പാലാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പാല് തിളപ്പിച്ച്, വീട്ടിലെ പാലാണെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കണം. നമ്മൾ നല്ല പാസ്ചറൈസ്ഡ് പാലാണ്, അത് നല്ല തണുപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ മിക്സാക്കി എടുക്കുകയാണ് അവൽ മിൽക്ക്. ഒരു എല്ലാ ഗ്ലാസ്സിലോട്ടും നമ്മൾ അവലിട്ട് കൊടുക്കുന്നു. നല്ല പൊരി എന്നുള്ള അവൽ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് പഴവും പാലൂടെയുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. നട്ട്സ് ഇട്ട് കൊടുക്കുക. മുന്തിരി ഇട്ട് കൊടുക്കുക. കപ്പലണ്ടിയും ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും നല്ല ചോക്ലേറ്റ് ബിസ്ക്കറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഹോർലിക്സ് ഇട്ട് കൊടുക്കുക. ഹോർലിക്സ് ഇല്ല, ബൂസ്റ്റ് ആണെങ്കിലും നല്ലതാണ്. അവലിട്ട് കൊടുക്കുക. പാലിൻ്റെ മിശ്രിതം, പാലും പഴയോടെയുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. ബിസ്ക്കറ്റ് അവരോട് ഇട്ട് കൊടുക്കുക. സ്വല്പം ഹോർലിക്സ് കൂടെ മുകളിലിടാം. അവൽ മിൽക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാന്ദ്രയെ വിളിക്കാം. സാന്ദ്ര പറയും എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം. ചേട്ടാ, ഇതിനകത്ത് കപ്പലണ്ടി ഇട്ടില്ലേ? ആ, കണ്ടുപിടിച്ചാ. നമ്മൾ കപ്പലണ്ടിക്ക് പകരം വേറെ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും പിന്നെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് അറിയാനുണ്ട്. നല്ല ബൂസ്റ്റിന്റെ ഒക്കെ ടേസ്റ്റ് കൊള്ളാം. ഈ ചൂടൊക്കെ ആദ്യം പിടിച്ച് ഓടി വരുന്ന സമയത്തുണ്ടല്ലോ, കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി സാധനം. ഇപ്പൊ സാന്ദ്ര പറഞ്ഞ പോലെ നല്ല
ചൂട് സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി സാധനമാണ് അവൽ മിൽക്ക്. നമ്മുടെ വിശപ്പും മാറും, അതുപോലെ ദാഹവും മാറും. നിങ്ങളിതെല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.